ഇങ്ങനെ മതി. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി ഈ ജനലേടെ അവിടെ വെക്കാം. അതൊന്ന് വെയിലും തണുപ്പൊക്കെ കിട്ടും വൈകുന്നേരമാണെങ്കിലും. കാണാൻ തന്നെ എന്താ ഭംഗി. ഇത് വളർന്നിട്ട് വേണം ഇത് പുറത്ത് നിട്ടിട്ട് ആക്കി വെക്കാൻ. നല്ല വെയില് വന്ന് തുടങ്ങി തോന്നുന്നുണ്ട്. എന്തായാലും അകത്ത് പോയിരിക്കാം. ഇനി ഇവിടെ നിക്കുന്നത് ശരിയല്ല. വെയിലായി തുടങ്ങി. നേരം പോണില്ല. കുറച്ച് TV കണ്ടിരിക്കാം. ഈ വീട് കൊള്ളാലോ, കുഴപ്പമില്ലാത്ത ഒരു വീട് പോലെ ഉണ്ട്. അപ്പൊ ഇന്ന് രാത്രി ഈ വീട്ടിലല്ലേ മോഷണം? ഇതാരാ വന്നേക്കണേ? വല്ല കൊറിയർ ആവും ചിലപ്പോ. എന്തായാലും TV കണ്ട് മതിയായി. എന്റെ TV ഓഫ് ചെയ്ത് നോക്കാം. ഇവിടെ ഒന്നും ആരും കാണാനില്ലല്ലോ. ആരാ വന്നേക്കണേ? ഇത് ആരാ ചുമരുമ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചേക്കണേ? ഇത് മാർക്കല്ല, എന്റെ സ്കെച്ചാണ് തോന്നുന്നത്. ഈ സ്കെച്ച് ഞാൻ എവിടെയോ കേട്ട പോലെ. 10 വർഷം മുമ്പ് ജയിൽ ചാടിയ റിപ്പർ ജയിൽ മതിൽ ചാടി രക്ഷപ്പെട്ടു. നമ്മുടെ ഒപ്പം മിഥുൻ ആണുള്ളത്. മിഥുൻ, എന്താണ് സംഭവിച്ചത്? രാത്രി 10:30 കൂടിയാണ് റിപ്പർ ചന്ദ്രൻ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത്. എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ചാണ് രക്ഷപ്പെട്ടത്. കണ്ടുകിട്ടുന്നവർ ഞങ്ങളുടെ നമ്പറിലേക്ക് വിളിക്കുക. ഉടനെ തന്നെ ഈ വാർത്ത മുതിർന്ന മന്ത്രിമാർക്കും എത്തണം. ഉടനെ തന്നെ നിയമ നടപടികൾ എടുക്കണം. ഓ മൈ ഗോഡ്! അപ്പൊ റിപ്പർ ചന്ദ്രൻ എന്നാലും റിപ്പർ ഈ വീട് മോഷ്ടിക്കാൻ തീരുമാനിച്ചല്ലോ. എന്തായാലും റിപ്പർ മാർക്ക് ചെയ്തല്ലേ. റിപ്പർ എന്തായാലും വൈകുന്നേരം വരും. ഇനി റിപ്പറിന്റെ വരവ് തടയാൻ ഒരു വഴിയും ഇല്ല. ഇനി ഒരു വഴിയുള്ളൂ, റിപ്പറിനെ നേരിടുക. അതിനുള്ള തയ്യാറെടുപ്പ് നടത്തണം. അപ്പൊ പെട്ടെന്ന് തന്നെ പ്ലാനുകൾ തീരുമാനിക്കണം. ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് 1 സ്പൂൺ മുളക് പൊടി ഇടുക. എന്നിട്ട് നന്നായി അങ്ങോട്ട് ഇളക്കുക. ഒരുവിധ പ്ലാനൊക്കെ സെറ്റായി. ഈ പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ്. റിപ്പർ മിക്കവാറും വീട് അതിക്രമിച്ച് നമുക്ക് കയറുന്ന സമയത്ത് കറക്റ്റ് ഈ വെള്ളം അവന്റെ കണ്ണിൽ അപ്ലൈ ചെയ്യണം. എന്നിട്ട് ആ വീട്ടിൽ അതിക്രമം കാണിച്ചു വരാന്ന പിന്നെ ഇത് പ്രയോഗിക്കണം. അയ്യോ, ഉറക്കം വന്നിട്ട് വയ്യ. ഇപ്പൊ സമയം 2 മണിയാവാറായില്ലോ. ലൈറ്റ് ഓഫ് ചെയ്താവും ചിലപ്പോ അവൻ വരിക. കാരണം വീട്ടിൽ ആട്ടനൊക്കെ ഇല്ലാത്തതുകൊണ്ട് അവൻ ശ്രദ്ധിച്ചിട്ട് കയറുക. എന്റെ ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കാം. അപ്പൊ അവൻ വന്നു കഴിഞ്ഞു. ഇനി ഉദ്ദേശിച്ച പ്ലാൻ പോലെ വർക്ക്ഔട്ട് ചെയ്യണം. എന്താ അങ്കിള് ഈ പാതിരാത്രി ജനലക്കമ്പി മുറിച്ച് കയറാണോ പ്ലാൻ? ഞാൻ ഇവിടെ വെള്ളം കുടിക്കാൻ വന്നതാ. അപ്പൊ ജനലക്കമ്പി ഒന്ന് മുറിച്ചിട്ട് കയറാന്ന് വിചാരിച്ചു. ഓ, വെള്ളം കുടിക്കാനല്ലേ? ഞാൻ കളഞ്ഞു. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വരാം. അയ്യോ, എനിക്ക് വെള്ളം വേണ്ട. എനിക്കിപ്പോ ദാഹം മാറി. അപ്പൊ വെള്ളം വേണ്ടേ? നിങ്ങൾക്ക് എന്നെ മനസ്സിലായാലും ഞാൻ പറയാം. ഞാൻ റിപ്പറാണ്. എനിക്ക് നിങ്ങളുടെ ഈ വീട് തുറന്നു തന്നാ മതി. ഞാൻ വേഗം മോഷ്ടിച്ചിട്ട് വേഗം പൊക്കോളാം. എനിക്ക് അത്ര ഉപകാരം ചെയ്തു തന്നാ മതി. നിങ്ങൾക്ക് വിരോധം ഇല്ലെങ്കിൽ അപ്പൊ ഞാൻ രാത്രി കിടന്ന് അങ്ങോട്ട് വരട്ടെ. അതാവുമ്പോ ജനലൊക്കെ മുറിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നിങ്ങള് വീട് അതിക്രമിച്ച് കയറുന്ന എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ സ്വർണം കുറച്ച് പൈസ ഉള്ളു എനിക്കിവിടെ. ആ ഇക്കടെ സ്ഥലം അങ്ങോട്ട് പറഞ്ഞു തന്നേക്കാം. അടുക്കളയിൽ മുളക് പൊടി താഴ്ത്ത് ആരും കണ്ട് വെച്ചേക്കണ്ട. ഇടുക്കുമ്പോ കുറച്ചെടുത്ത് കൊണ്ടുപോകണേ. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഒരു 5 മിനിറ്റ് സമയം വേണം. 5 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ അകത്തേക്ക് കയറിക്കോ. വരൂ. ഈ കാണുന്നതാണ് അടുക്കള. അപ്പൊ എങ്ങനെയാ തുടങ്ങല്ലേ ഭക്ഷണം? അത് പിന്നെ പറയാനുണ്ടോ? വാതിലടക്കിന്റെ ഒന്ന് തോന്നല്ല കേട്ടോ. ഇത് ഞങ്ങള് മോഷ്ടാക്കേണ്ട ശീലാണ്. ഈ വാതിലങ്ങൾ ലോക്ക് ചെയ്തേക്കാം. ഇച്ചിരി മുളക് പൊടി ഇതിന്റെ ഉള്ളിലോ മിക്കവാറും ഉണ്ടാവുക. തുള്ളി പൈസ ഒരു സ്വർണ്ണമില്ല. അവരിപ്പോ മുന്നേ കുട്ടി മനഃപൂർവ്വം ചതിച്ചതാ. എനിക്കുണ്ടാവും കുടിക്കാൻ വേണ്ടി സ്ക്വാഷ് ഉണ്ടാക്കി തോന്നുന്നുണ്ട്. അതായത് കുടിച്ചു നോക്കാം. നല്ലതാറുണ്ട്. ഇവിടെ കയറി ഉപകാരമായിട്ട് വീണ്ടും ചതി. ഇത് നല്ല അസല എണ്ണയാ. കണ്ടുപോയേ. എന്നോടാണ് അവന്റെ കളി. ഏതൊരു ഫോൺ ഇരിക്കുന്നത്. എനിക്കെന്താ റിപ്പറിന്റെ ഫോണാവും. എന്തായാലും ഇവിടെ വേറെ ഫോണുകളൊന്നും ഇല്ല. ഇതിൽ എന്നെ പോലീസിനെ വിളിക്കാം.
ഹലോ പോലീസ് സ്റ്റേഷൻ. ഞാൻ ഡോറൊക്കെ ലോക്ക് ചെയ്തു. നിങ്ങൾ പെട്ടെന്ന് തന്നെ എത്തണം. ഓക്കെ, ശരി ശരി. ഇനി പോലീസ് നോക്കിക്കോളാം എന്റെ കാര്യം. ഇപ്പൊ സമയം 7 മണിയാ. എന്തായാലും പോലീസുകാര് വരാൻ വൈകിയല്ലോ. റിപ്പർ എന്തായാലും ഫ്ലാറ്റ് ആയില്ലേ, അത് മതി. എന്തൊരു പേപ്പർ കത്ത് പോലെ തോന്നുന്നത്. എന്തായാലും എടുത്ത് വായിച്ചു നോക്കാം. നിങ്ങൾ ബുദ്ധിപൂർവ്വം റിപ്പർ ചന്ദ്രനെ പോലീസിലേക്ക് എത്തിച്ചു. പക്ഷെ ഈ റിപ്പർ ജയനന്ദൻ എന്ന ഞാൻ പോലീസിന്റെ പിടികിട്ടക്കുള്ളിയായി അലഞ്ഞുകൊണ്ടിരിക്കുന്നു. റിപ്പർ ചന്ദ്രന്റെ പോലെ എന്നെ അത്ര എളുപ്പത്തിൽ നിസ്സാരമായി പോലീസിന്റെ കയ്യിൽ കൊടുക്കാമെന്ന് വിചാരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മുൻകൂട്ടി സൂചന തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഇന്ന് റിപ്പർ ജയാനന്ദൻ. വാട്ട്? റിപ്പർ ജയാനന്ദൻ? അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് നയിക്കണോ. അപ്പോൾ ഇത് ഞങ്ങൾ പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയ വെബ് സീരീസാണ് റിപ്പർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി നമ്മൾ കുറേ ഇതിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് വേണം, നിങ്ങളുടെ സപ്പോർട്ട് വേണം, എന്നാലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ സജഷൻസ് പറയുക, എന്ത് ഷോർട്ട് ഫിലിംസാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ ഇങ്ങനത്തെ വെബ് സീരീസും ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഈ ഷോർട്ട് ഫിലിം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഷോർട്ട് ഫിലിം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ അമർത്തിയാൽ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ. അപ്പോൾ ഇത്രയ്ക്ക് നമ്മുടെ വീഡിയോ. ബൈ.